ഇന്ത്യക്ക് ഒരിക്കലും ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. കാരണം അതിനു വേണ്ടിയിട്ടുള്ള കളങ്ങൾ മോദി ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള ഒരു പ്രതിഫലനം UAEയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്ക് ഇന്ധന പ്രതിസന്ധി പോയിട്ട് ഒരു ചെറിയ ഒരു കപ്പൽ പോലും വരാനായിട്ട് തടസ്സമുണ്ടാകില്ല എന്നാണ് പറയുന്നത്. ശരിയാണോ ഈ കാര്യം? അല്ല, അത് ഒരു ഈ നമ്മൾ പുതിയ ഈ ഭൗമ രാഷ്ട്രീയം ഇങ്ങനെ കൗതുകപൂർവ്വം കണ്ടുകൊണ്ടിരിക്കാവുന്നതാണ്. കാരണം ഈ പുതിയ പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ്ടും ലോകക്രമം ആകെ തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം തന്നെ ലോകത്തിൻ്റെ ക്രമങ്ങൾ മുഴുവൻ മാറി, ഇന്ത്യയുടെ ബന്ധങ്ങൾ മാറി. അതേപോലെ തന്നെ യൂറോപ്പ് അമേരിക്ക തമ്മിലുള്ള ബന്ധം, അങ്ങനെ ലോകരാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഭൗമ രാഷ്ട്രീയത്തിൽ. അതെ. അപ്പോൾ ഈ സകല ബന്ധങ്ങളും മാറുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലും മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയുമായിട്ട് അമേരിക്ക പണ്ടുണ്ടാക്കിയ ഒരു ധാരണയിലാണ് അവരുടെ ഡോളർ കയറി, പെട്രോ ഡോളർ 1974 മുതൽ അമേരിക്ക ഈ ഒരു ആധിപത്യം മുഴുവൻ നിലനിർത്തിയത് ഈ ഡോളറിൻ്റെ ഈ ഒരു ചങ്കൂറ്റത്തിലാണ്. ആ ഡോളറിൻ്റെ ശക്തിയാണ് ഈ സൗദി അറേബ്യയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ധാരണ അടിസ്ഥാനത്തിലാണ് പെട്രോ ഡോളർ വളരെ ശക്തമാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇന്ത്യ, റഷ്യ, ചൈന, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തുള്ള ഈ നമ്മുടെ രാജ്യങ്ങളുടെ നയതന്ത്രം എന്ന് പറയുന്നത് മൾട്ടിലാറ്ററിസമാണ്. അതായത് മൾട്ടി അലൈൻമെൻറ്റ്. മറ്റേ നമ്മളെ നേരത്തെ ഈ നോൺ അലൈൻമെൻ്റ് ആയിരുന്നല്ലോ, ചേരിചേരാ നയം എന്നായിരുന്നല്ലോ. ഇപ്പോൾ അതല്ല, മൾട്ടി അലൈൻമെൻ്റ് ആണ്, മൾട്ടി പോളാറുമാണ്. മൾട്ടി പോളാറുമാണ്. അതായത് ഏത് രാജ്യങ്ങളുമായിട്ടാണെങ്കിലും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചേരാൻ പറ്റാത്ത ഘടകങ്ങളുണ്ടാവും. പക്ഷേ അതിനകത്ത് അതവിടെ നിർത്തിയിട്ട് അത് അതേപടി ഇപ്പോൾ ചൈനയുമായിട്ട് നമുക്ക് ഒരുപാട് ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂസ് ഉണ്ട്. അതെ. നമുക്ക് സ്വാതന്ത്ര്യത്തിന് അതിനു മുമ്പ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അന്ന് തൊട്ടിട്ടുള്ള പിന്നെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ചൈനയുമായിട്ടുണ്ട്. അതവിടെ നിൽക്കുകയാണ്. അതേപടി അവിടെ നിർത്തിയിട്ട് വേറൊരു മേഖലയിൽ എവിടെയെല്ലാം സഹകരിക്കാമോ ആ രീതിയിൽ സഹകരിക്കുക. അപ്പോൾ ആ രീതിയിൽ എല്ലാ രാജ്യങ്ങളുമായിട്ട്, അതാണ് ഈ മൾട്ടിലാറ്ററിസം വരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം എന്താണെന്ന് നോക്കിയിട്ട് ആ താല്പര്യത്തിന് ഉതകുന്ന രീതിയിലുള്ള നയതന്ത്രങ്ങൾ വികസിപ്പിക്കുക. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ. നമ്മുടെ ഇപ്പം ഉദാഹരണത്തിന് ആദ്യം 25 ദിവസം കഴിഞ്ഞാൽ മതിയായിരുന്നു ഈ ഗ്യാസ് ബുക്ക് ചെയ്യാനായിട്ട്. 25 ദിവസം കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ 25 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്ത ഗ്യാസിൻ്റെ സിലിണ്ടർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം ബുക്ക് ചെയ്യണമെങ്കിൽ 45 ദിവസം കഴിയും. അപ്പം 45 ദിവസം ഒന്നും ഇപ്പോൾ ഒരു 3-4 പേരുള്ള വീട്ടിലൊന്നും ഒരു ഗ്യാസ് കുറ്റി നിൽക്കത്തില്ല. അപ്പം വീടുകളിലൊക്കെ വരെ ഇത് നമ്മളത് അറിയിക്കുകയാണ് ഈ യുദ്ധം, ഇതിൻ്റെ തീവ്രത. അപ്പം നമ്മുടെ തട്ടുകടകളും കടകളും ഒക്കെ ഒരുപാട് കടകൾ അടച്ചിട്ടുണ്ട്. പല പിന്നെ ഈ എനിക്ക് പരിചയമുള്ള ഒരു ഓൾഡ് ഏജ് ഹോം, വലിയ കാശൊക്കെ വാങ്ങി നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോമാണ്. അപ്പോൾ അവർ ഇപ്പം പുറമേ ഒരു സ്ഥലത്ത് തീയിട്ട് പഴയതുപോലുള്ള വിറകടുപ്പ് വെച്ചിട്ടാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹോർമോസ് കടലിടുക്ക് ഇനി എന്തായാലും പഴയതുപോലെ ആകില്ല. ഇപ്പം രണ്ടായാലും നമുക്ക് അതുവഴിയൊന്നും കൊണ്ടുവരാനും പറ്റുന്നില്ല. ഇനി അത് ഇറാൻ്റെ ഇതിലേക്ക് വരികയും ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എടുക്കാൻ പോകുന്നത് നമുക്കിപ്പോഴും ധാരണയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ നേതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയും മറ്റുള്ളവരൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഇതിനിടയ്ക്ക് സന്ദർശിക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം UAE ഒപ്പക്കിൽ നിന്ന് പിന്മാറി. അതായത് പിന്നെ ഓയിൽ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്പോർട്ടിങ് കൺട്രീസ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസിൻ്റെ ഒപ്പെക് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് ഈ എണ്ണയുടെ വിലയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സംഗതി. കാര്യം അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പ്രൊഡക്ഷൻ ക്യാപ്പ് ചെയ്തിട്ടായിരുന്നു. ഓരോ രാജ്യം ഈ ഒപ്പക് രാജ്യങ്ങൾ ചേർന്ന് തീരുമാനിക്കും ഇതിൽ ഒരു ശരാശരി ഒരു ദിവസം ഇത്ര മില്യൺ ബാരൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ഒരു നിശ്ചിത എമൗണ്ട് എണ്ണ മാത്രം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഓയിൽ പ്രൈസ് നിയന്ത്രിച്ച് നിർത്തുമായിരുന്നു. സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ബേസിക് എക്കണോമിക്സ്. അപ്പോൾ അതനുസരിച്ചിട്ടായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധം വരുമ്പോഴാണ് UAE കാണുന്നത് ഇറാൻ ടാർഗറ്റ് ചെയ്തത് മുഴുവൻ ഈ UAEയിലെ പോർട്ടുകളും ഫുജൈറയിലെ സംവിധാനങ്ങളുടെ നേർക്കും വ്യാപകമായ അറ്റാക്കാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേ സമയത്ത് ഈ ഒപ്പക് രാജ്യങ്ങളും GCC രാജ്യങ്ങളും OIC രാജ്യങ്ങളും എല്ലാം ഈ ഇറാൻ്റെ ആക്രമണം അതിശക്തമായിട്ട് ദുബായിയുടെ പേരിൽ വന്നപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അവിടെ OIC, മറ്റേ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് മൗനം,
GCC കൺട്രീസ് ഒറ്റയ്ക്കുള്ള അവരും നിശബ്ദമായി വെറും കാഴ്ചക്കാരായിട്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ സൗദി അറേബ്യ അറബ് രാജ്യങ്ങളുടെ ഇടയിൽ വലിയേട്ടൻ എന്നുള്ള ഒരു അവസ്ഥയിലാണ്. പിന്നെ സൗദി അറേബ്യയുടെ വാഷിങ്ടണുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അവിടെയാണ് ഇവരുടെ ഈ പ്രാദേശിക ശക്തി നിർണ്ണയിക്കപ്പെടുന്നത്. വാഷിങ്ടണുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോഴത്തേക്ക് വെറും സൗഹൃദവും കൈയുടുപ്പും ഇതൊന്നും അല്ലല്ലോ സംഗതി. അത് എക്കണോമിക് റിലേഷൻഷിപ്സ് ആണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന സംഗതിയാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ വാഷിങ്ടണുമായിട്ടുള്ള കൂടുതൽ അടുപ്പത്തിൻ്റെ പശ്ചാത്തലത്തിലും ഒപ്പക് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ സൗദി അറേബ്യയുടെ താല്പര്യത്തിന് വേണ്ടി ഒപ്പക് രാജ്യങ്ങളെ, മറ്റ് രാജ്യങ്ങളെ, ചെറിയ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു സംഗതി വളരെ നാളുകളായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഈ UAEയും സൗദി അറേബ്യയായിട്ടും ദീർഘകാലം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം വന്നതോടുകൂടി ഈ സൗദി അറേബ്യയുടെ ഈ ഒപ്പക് രാജ്യങ്ങളുടെ നിലപാടും, അത് സൗദി അറേബ്യയാണ് മുഖ്യമായിട്ടുള്ളത്, ഇത് വരികയും അതോടൊപ്പം തന്നെ ഇവരുടെ സമ്പദ് വ്യവസ്ഥ വല്ലാണ്ട് കുപ്പുകുത്തുകയും ആക്രമണങ്ങൾ നേരിടുകയും ചെയ്യേണ്ടി വന്നൊരു സാഹചര്യത്തിലാണ് ഇതിനകത്തുനിന്ന് ഈ ഒപ്പക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് UAE പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഇത് നമുക്കെങ്ങനെ ഗുണം ചെയ്യുന്നു, ഇന്ത്യക്ക് ഗുണം ചെയ്യാൻ പോകുന്നത്. ഇന്ത്യക്ക് ആൾറെഡി ഉള്ളൊരു പ്ലാൻ ഉണ്ട്. ദുബായ് ടു മുംബൈ ഓയിൽ പൈപ്പ് അല്ലേ? അത് നമ്മുടെ ആൾറെഡി എനിക്ക് തോന്നുന്നു അതിൻ്റെ കരാർ ഒപ്പിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സാർ. അപ്പോൾ അത് വളരെ അടുത്ത ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു റൂട്ടുമാണ് സാർ. അപ്പോൾ അത് ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം പൈപ്പ് ആവുന്ന നമ്പർ വേണമെങ്കിൽ നമുക്ക് കപ്പലിൽ കൊണ്ടുവരുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ ഈ ഇവിടുത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ആർക്ക്? UAEക്ക്. അപ്പോൾ UAE ഇപ്പോൾ 2027 കൂടി 5 ബില്യൺ ബാരൽസ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉടനെ തന്നെ ഈ ഒപ്പക് രാജ്യങ്ങളിലേക്ക് മാറുമ്പോൾ ഒപ്പക് രാജ്യങ്ങളിൽ നിന്ന് വിടുമ്പോൾ ഉണ്ടാകുന്ന UAEയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള അത്ര ഉൽപ്പാദിപ്പിക്കാം. ആരുടെയും ഇത് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അത് അൺക്യാപ്പ് ചെയ്തു. അപ്പോൾ ആ അൺക്യാപ്പിങ്ങിലൂടെ ലഭ്യത വരുന്നു. സ്വാഭാവികമായിട്ടും അത് ഇന്ത്യക്ക് വളരെയധികം അഡ്വാൻറ്റേജസ് ഉള്ള സിറ്റുവേഷനാണ്. കാര്യം നമുക്കിതില്ലാതെ പറ്റത്തില്ല. നമ്മൾ പിന്നെ എല്ലാം തന്നെ മുഴുവൻ തന്നെ എന്ന് പറയാൻ നമുക്കത് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആവശ്യം വരുന്ന സ്ഥിതിക്ക് ലഭ്യത വന്നു. ഇപ്പോൾ ഹോർമൂസ് കടലിലേക്കാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ഒരു പക്ഷേ ഈ ഒരു യുദ്ധം അമേരിക്ക ഇന്ത്യ എന്ന ഒരു ഇന്ത്യക്കും കൂടെ ഒരു പണി തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ അത് നമ്മൾ മുന്നിൽ കാണേണ്ടി വരുന്നുണ്ട് സാധനം അല്ലേ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഹോർമൂസ് കടലിലേക്ക് നിമിത്തം. ഇപ്പോൾ നമ്മുടെ 2 കപ്പലാണ് മറ്റേ IRGC, ഇറാനിലെ സംവിധാനങ്ങൾ മുഴുവൻ ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഫലത്തിൽ IRGC പട്ടാളം ഏറ്റെടുത്തൊരവസ്ഥയാണ്. രാഷ്ട്രീയ നേതൃത്വം വേറൊരു ഒരു പപ്പറ്റായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് സംഗതി. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് ഏറ്റെടുത്തതിൻ്റെ ഒരു വിളംബരമായിരുന്നു നമ്മുടെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവെച്ചത്, അപകടം ഉണ്ടാക്കിയില്ലെങ്കിലും. അപ്പോൾ ഇതോടുകൂടി ഇതിന് ശേഷമായിരിക്കണം വളരെ തകൃതിയായിട്ട് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയും ഒരു പക്ഷേങ്കിൽ UAE ഒപ്പക്കിൽ നിന്ന് മാറി അതിനകത്ത് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടാവും ഉള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. മോദിയുടെ നിർണായകമായ നീക്കം ഇതിൻ്റെ നടന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് കണ്ടതാണ്, UAEയുടെ രാജാവ് അവിടെ നിന്ന് വിമാനം പിടിച്ചു വരുന്നു, ഇവിടെ വന്ന് ഏതാണ്ട് 3/4 മണിക്കൂർ സംസാരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് മോദിയെ കണ്ട് വളരെ ധൃതിയിൽ പെട്ടെന്ന് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് തിരിച്ചു പോകുന്നത്. അതാണ് ഈ ഗ്ലോബൽ സിറ്റുവേഷനിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭൗമരാഷ്ട്രീയത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പം അവിടെയാണ് ഈ ഭൗമരാഷ്ട്രീയത്തിൻ്റെ വിജയം ഇരിക്കുന്നത്, ഈ ഫോറിൻ ഡിപ്ലോമസിയുടെ ഏറ്റവും വലിയ വിജയം ഇരിക്കുന്നത്. ഇപ്പോൾ ജയശങ്കർ എന്ന് പറഞ്ഞാൽ വളരെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഉണ്ടല്ലോ. വിദേശ സർവീസിലായിരുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വളരെ വ്യക്തമാണ്. കാരണം എക്സ്പീരിയൻസ് ആർക്കും നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പോൾ ഒരു രാജ്യം എപ്പോഴാണോ വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്നത്, ആ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുന്ന ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കത് വളരെ അനുകൂലമാകും. അവരുടെ സമ്പദ് വ്യവസ്ഥയും ഈ യുദ്ധവും ഒക്കെ കാരണം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആ സമയത്ത് നമ്മളൊരു കൈ നീട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കാണെങ്കിലോ അത് വളരെ അത്യാവശ്യം. അവിടെയാണ് ഈ ഡിപ്ലോമസിയുടെ ഒരു വിജയം ഇരിക്കുന്ന സംഗതി. അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ UAE വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഇനി മൾട്ടിലാറ്ററൽസിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് GCC കൺട്രികളുടെ കൂട്ടായ്മയിൽ നിന്നും OICയിൽ നിന്നും ഒക്കെ UAE പിന്മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പം ഈ സംഘടനകൾ തന്നെ ദുർബലമായി കഴിഞ്ഞു. അവിടേക്കാണ് നമ്മൾ ഭൗമരാഷ്ട്രീയത്തെ നോക്കുകയാണേണ്ടത്. ഇപ്പോൾ OIC എന്നുള്ളത് ദുർബലമാകാൻ പോവുകയാണ്, GCC എന്നുള്ളത് ദുർബലമാകാൻ പോകുന്നു. അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ
ഇനിയിപ്പം UAE സ്വതന്ത്രമായിട്ട് വാഷിങ്ടണുമായിട്ട് ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതേസമയത്ത് UAE റഷ്യയുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പം വളരെ ഈ അവരവരുടെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് വേറെ യാതൊരു കെട്ടുപാടുകളും ഇല്ലാതെ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഇന്ത്യയുടെ പോളിസി അതാണ്. അപ്പോൾ ആ ഇന്ത്യയുടെ അതേ പോളിസിയിലേക്കാണ് ഇപ്പോൾ UAEയും മാറാൻ പോകുന്നത്. ഇത് വലിയ ചലനങ്ങളുണ്ടാകും. മാത്രമല്ല നമുക്ക് ഡോളറിൻ്റെ ആവശ്യം വരില്ല. UAE ആയിട്ട് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ ഇറക്കുമതി നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഡോളറിനും അവിടെ ഒരു വലിയ ആഘാതം ഏൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യുദ്ധത്തോടു കൂടി ഡോളറിൻ്റെ ഒരു പ്രാമുഖ്യവും അതിൻ്റെ ഒരു അപ്രമാദിത്വം ഇടിയുന്നതിൻ്റെ തുടർച്ചയും നമുക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഈ ഊർജ്ജ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനായിട്ട് UAE ഒപ്പക്കിൽ നിന്ന് മാറിയത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്, നല്ലൊരു നീക്കമാണ്. ഈ പറയുന്ന പോലെ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും പുനരാവിഷ്കരിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ അന്താരാഷ്ട്ര തലത്തിൽ, അതായത് നടക്കുന്ന പ്രശ്നങ്ങൾ കാരണമാകുന്നു എന്നുള്ളതാണ്. ഒരു യുദ്ധം കൊണ്ട് പുതിയ ബന്ധങ്ങളിലേക്ക് പല രാജ്യങ്ങളും വഴിമാറുകയാണ്. തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ ഒരു വലിയ റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പം UAE ആയിട്ട് നമ്മൾ പൈപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ പേപ്പറിൽ മാത്രമേ ഉള്ളൂ ഇറക്കുമതി എന്ന് പറയുന്ന സാധനം, അല്ലേ? ഇറക്കുമതിയില്ല, പിന്നെ പമ്പിങ് ആണ് സാധനം വരുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ അതല്ല, ഇപ്പോൾ UAEക്ക് യഥേഷ്ടം അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ നമ്മളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ഗുജറാത്തിയുടെ ബുദ്ധി ഇത്രയേറെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കി എന്നുള്ളത് കൂടിയുണ്ട്. അല്ല, അത് നമ്മുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ്. ഇപ്പം നമ്മുടെ ഒരു ഗവൺമെൻറ് ആണല്ലോ, തീർച്ചയായിട്ടും ഒരു നേതാവിന് അതിൻ്റെതായ റോൾ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിലും ജയശങ്കറിൻ്റെ ആ ഒരു ഇടപെടലും ജയശങ്കറിൻ്റെ കോൺട്രിബ്യൂഷനകത്ത് വളരെ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ ശശി തരൂരിൻ്റെ ഐഡിയയാണ് ജയശങ്കർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ശശി തരൂർ സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരുന്ന സമയത്തായിരുന്നു അദ്ദേഹം മുമ്പോട്ട് വെച്ച ഒരു ഐഡിയയാണ് ഈ നോൺ അലൈൻമെൻറ്റ് മാറിയിട്ട് ഇന്ത്യക്ക് വേണ്ടത് മൾട്ടി അലൈൻമെൻ്റ് ആണെന്ന്. അതാണ് ഇപ്പോൾ ജയശങ്കർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.